നമസ്കാരം. കാലചക്രത്തിൻ്റെ കാലപരിണാമത്തിലെ ചില പ്രധാന ഘട്ടങ്ങളിൽ സംഭവിക്കുന്നൊരു സാഹചര്യമാണ്, ഉരുത്തിരിയുന്ന സാഹചര്യമാണ് മനുഷ്യനും പ്രകൃതിയുമായുള്ള സംഘടന. മനുഷ്യനും പ്രകൃതി വിഭവങ്ങളുമായുള്ള പോരാട്ടം, മനുഷ്യനും മറ്റ് ജീവവർഗങ്ങളും തമ്മിലുള്ള പോരാട്ടം. അത്തരമൊരു പോരാട്ടത്തിൽ നിന്നുമാണ് ശാസ്ത്രമുണ്ടായതും വിശ്വാസമുണ്ടായതും. രണ്ടും രണ്ട് തലത്തിലുള്ളതാണ്. ഇത് രണ്ടും എത്രമാത്രം ശാസ്ത്രീയമാവാൻ കഴിയുന്നുവോ, ശാസ്ത്രം എത്രമാത്രം വിശ്വാസത്തെ, ചിന്തകളെ ശാസ്ത്രീയമാക്കുന്നുവോ, വിശ്വാസം എത്രമാത്രം ശാസ്ത്രീയമാകുന്നുവോ, അപ്പോഴാണ് പുരോഗമനപരമായ ചിന്തകൾ ഉണ്ടാകുന്നതും പുരോഗമനപരമായി ചിന്തിക്കുന്ന സമൂഹങ്ങളുണ്ടാകുന്നത്. ഹിന്ദുമതത്തിലാണെങ്കിൽ പാമ്പിനെ ആരാധിക്കുന്നതും എല്ലാം ആരംഭിക്കുന്നത് ഇത്തരമൊരു ഭയത്തിൽ നിന്നുമാണ്, ഇത്തരം അനിശ്ചിതത്വത്തിൽ നിന്നുമാണ്. അതേപോലെ തന്നെയാണ് ശാസ്ത്രം. വലിയ തിരിച്ചടിയിൽ കടലിൽ ദിശ തെറ്റാതെ ഉഴലുന്ന സമയത്താവാം, അല്ലെങ്കിൽ വലിയൊരു പ്രകൃതി ദുരന്തത്തെ നേരിടാൻ കഴിയാത്ത ഘട്ടത്തിലാവാം, അല്ലെങ്കിൽ വിശപ്പ് ശമിപ്പിക്കാൻ ലഭിക്കുന്നൊരു ജീവിയെ എങ്ങനെ പാചകം ചെയ്ത് ഭക്ഷിക്കണം എന്ന ചിന്തയിൽ നിന്നാവാം. ഇത്തരം ഘട്ടങ്ങളിൽ, ഇത്തരം നിർണായകമായ ഘട്ടങ്ങളിൽ, നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഘട്ടങ്ങളിൽ നിന്നുമാണ് ഏറ്റവും പുതിയ ചിന്തകളുണ്ടാകും. അതായത് വെല്ലുവിളികൾ എങ്ങനെ അവസരമായി മാറുന്നു, ആ അവസരങ്ങൾ എങ്ങനെ ശാസ്ത്രമായി മാറുന്നു, ആ ശാസ്ത്രങ്ങൾ എങ്ങനെ 100% തെളിയിക്കപ്പെട്ട വിശ്വാസമായി മാറുന്നു എന്നിടത്താണ് ഇതിൻ്റെ പ്രാധാന്യം. അത്തരമൊരു ഘട്ടത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോകുന്നത്. പല രീതിയിൽ പല വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോഴും ഒന്നാമത്തേത് പ്രകൃതി വിഭവങ്ങളുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം. കുറയുന്ന ജനസംഖ്യാ നിരക്കും ഉയരുന്ന ജീവദൈർഘ്യവും ആയുർദൈർഘ്യവും എല്ലാം ഒരേ സമയം സാധ്യതകളും അവസരങ്ങളുമായി വരുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ നിശ്ചയമായും സംഭവിക്കുന്ന ഒന്നാണ് വിഭവങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടം. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് പോലെ ആ പോരാട്ടത്തിൽ ആരുടെ കയ്യിലാണ് വിഭവങ്ങളുള്ളത് എന്നിടത്താണ് ഇതിൻ്റെ പ്രാധാന്യം ഉണ്ടാകുന്നത്. ഇതെല്ലാം നമ്മൾ പലവട്ടം പല ആശയങ്ങളിൽ പല കാലത്ത് പല ആളുകൾ ചർച്ച ചെയ്താണ് നമ്മളും ആ വിഷയം പല വിഭവങ്ങളുടെ ദൗർലഭ്യവുമായി ബന്ധപ്പെടുത്തിയും അതിൻ്റെ ഏറ്റവും പ്രായോഗികവും ഏറ്റവും മികവുറ്റതുമായ വിതരണവുമായി ബന്ധപ്പെടുത്തിയുമെല്ലാം നമ്മൾ ചർച്ച ചെയ്യും. ഇവിടെ നമ്മൾ വന്യജീവികളുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിലേക്ക് നമ്മൾ കടന്നെത്തേണ്ടി. നമ്മൾ തെരുവ് നായയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. എങ്ങനെയാണ് നിയമത്തിലൂടെ നമ്മൾ സ്വത്തിനും സ്വൈരജീവിതത്തിനും സംരക്ഷണം നൽകേണ്ടത്, അതോടൊപ്പം തന്നെ കാടിനെയും പ്രകൃതിയും സംരക്ഷിക്കേണ്ടത്. അത് വലിയ പ്രതിസന്ധിയാണ്. പലപ്പോഴും നമ്മൾ ഈ IT അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഇൻ്റർനെറ്റിലെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം പോലെ ഇൻ്റർനെറ്റിനെ സ്വതന്ത്രമായി വിടേണ്ടത് സുതാര്യമായ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ആവശ്യമാണ്. പക്ഷേ അത് നിയന്ത്രണമില്ലാതെ പോകുന്നിടത്ത് സൃഷ്ടിക്കുന്നൊരു ഭീതിയുണ്ട്. അപ്പോൾ എവിടെ വെച്ച് എങ്ങനെയാണ് അത് നിയന്ത്രിക്കേണ്ടത്? ഇനി ആ നിയന്ത്രണം എന്ന വാക്കാണോ അവിടെ യോജിക്കുന്നത്? ഇത്തരം രീതിയിൽ തന്നെയാണ് നമ്മൾ മനുഷ്യനും മൃഗങ്ങളുമായുള്ള പോരാട്ടം. ഒരുപക്ഷെ 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ അത് ശക്തിയായി കഴിഞ്ഞിരിക്കുന്ന ആ ഒരു അനിശ്ചിതത്വം അത് വലിയൊരു തലത്തിലേക്ക് അത് ഉയരുകയാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പ്രകൃതി, കാലാവസ്ഥാ വ്യതിയാനം, വിഭവ ദൗർബല്യം, മനുഷ്യൻ്റെ കയ്യേറ്റം അല്ലെങ്കിൽ കുടിയേറ്റം, ഇതെല്ലാം സൃഷ്ടിക്കുന്ന വിഭവ ദൗർബല്യം, ദാരിദ്ര്യം, അത് സൃഷ്ടിക്കുന്ന അനിശ്ചിതത്വം, സാങ്കേതിക വിദ്യയിൽ ഊന്നിയുള്ള ഒരു ജീവിതശൈലി. പലപ്പോഴും പറയാറുണ്ട് ലൈറ്റ് പൊല്യൂഷൻ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഒരുപാട് ജീവിവർഗങ്ങൾ
ഇത്തരം സസ്യങ്ങൾ ഇതെല്ലാം ഇല്ലാതെയാവുന്നു. അത് ഭക്ഷ്യശൃംഖലയിൽ സൃഷ്ടിക്കുന്ന വലിയൊരു തടസ്സം, അല്ലെങ്കിൽ പൂർണ്ണമായും ഭക്ഷ്യശൃംഖലയെ തടസ്സപ്പെടുത്തുന്ന രീതി, അത് സൃഷ്ടിക്കുന്ന പുതിയ ജീവിത രീതി. നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്ന ഒരു സാധനം കിട്ടാതെയാകുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് പുതിയൊരു വഴി തേടിപ്പോകുന്നു. അതേപോലെ തന്നെ ഇത് സൃഷ്ടിക്കുന്ന ഒരു അനിശ്ചിതത്വം, ഇതെല്ലാം കൂടിക്കലർന്നുണ്ടാകുന്നൊരു അനിശ്ചിതത്വത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. വന്യജീവി നിയമങ്ങളും എല്ലാം നമ്മൾ ഈ അർത്ഥത്തിൽ, ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നു. അതൊപ്പം അത് സൃഷ്ടിക്കുന്ന സാമ്പത്തികമായ ബാധ്യതയുണ്ട്, അതോടൊപ്പം തന്നെ സാധ്യതയുണ്ട്. ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ വിശകലനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും കർഷക വിപ്ലവം അടക്കം, കർഷക സമരം അടക്കമുള്ള കാര്യങ്ങൾ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വളരെ പ്രാധാന്യം നമ്മൾ കാണേണ്ട ചില വിഷയങ്ങളാണ്. അതിൽ സാധ്യതകളുണ്ട്, അതിൽ പ്രതിസന്ധികളുണ്ട്. നമ്മൾ ഇറ്റലി അടക്കമുള്ള തലസ്ഥാനത്ത് നടക്കുന്ന കർഷക സമരം പോലെ തന്നെ ഇറ്റലി അടക്കമുള്ള രാജ്യങ്ങളിൽ കർഷകർ തെരുവിലിറങ്ങുന്നു. അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കർഷകർ എന്ന വിഭാഗം സാമ്പത്തികമായും രാഷ്ട്രീയമായും ശാക്തീകരിക്കപ്പെടേണ്ട ഒരു അനിവാര്യതയാണ് അത് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ എത്രമാത്രം അത് വ്യാവസായികവൽക്കരിക്കപ്പെട്ടിരിക്കുന്നെന്നും സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിയാത്ത തലത്തിലേക്ക് അത് സാമ്പത്തികമായും സാമൂഹികമായും പുരോഗതി നേടിയ സ്ഥലങ്ങളിൽ പോലും എത്തി, രാജ്യങ്ങളിൽ പോലും എത്തി എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പിന്നൊന്നാണ് നമ്മൾ പുഴമീനുകൾ വരെ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്നത്. നേരത്തെ പറഞ്ഞത് സാമ്പത്തിക തലമാണെങ്കിൽ, ഇത് നേരത്തെ പറഞ്ഞത് നമ്മൾ ഒരു ഹരിത സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും മികച്ച ഭക്ഷ്യവിഭവം എന്ന് പറഞ്ഞിരുന്നൊരു പുഴമീനുകൾ അത് ഭക്ഷ്യയോഗ്യമല്ലാതെ ആകുമ്പോൾ നമ്മൾ കടലിൽ ജലത്തിൽ സംഭവിക്കുന്ന മലിനീകരണത്തിൻ്റെ അളവാണ് കാണിക്കുന്നത്. അത് സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ, നമ്മുടെ ഭക്ഷ്യരീതിയിൽ വരുന്ന മാറ്റം അടക്കം ഇതൊരു വലിയ വ്യവസായമാണ്. നല്ല അർത്ഥത്തിൽ, അതായത് ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്നൊരു വ്യവസായമാണ്. മീൻ പിടിക്കാൻ പോകുന്നവർ മുതൽ തുടങ്ങുന്നൊരു വലിയ വ്യവസായം. അത്തരമൊരു വ്യവസായത്തിനെ തന്നെ ഇതെങ്ങനെ ബാധിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയ്ക്ക് പോലും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രകൃതി കാലാവസ്ഥ വ്യതിയാനം. വെള്ളം കിട്ടണമെങ്കിൽ കൊടുങ്കാറ്റ് വരണമെന്ന് പ്രാർത്ഥിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. മറ്റേതെങ്കിലും അയൽ സംസ്ഥാനങ്ങളിൽ പെയ്യുന്ന പേമാരിലോ കൊടുങ്കാറ്റിലോ കിട്ടുന്ന കുറച്ച് വെള്ളം എന്നുള്ള രീതിയിലേക്ക് ഇത്തരം എന്താ പറയുക, ഇത്തരം ദുരന്തങ്ങളെ നമ്മൾ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് മനുഷ്യരെത്തുന്നു. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികവും, നേരത്തെ പറഞ്ഞ പോലെ ഹരിത സാമ്പത്തിക ശാസ്ത്രം അടക്കമുള്ള സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ സാധ്യതകളും വെല്ലുവിളികളും ഇവിടെ നമുക്ക് കിട്ടും. വെള്ളവും അണക്കെട്ടുകളും രാഷ്ട്രീയ ആയുധങ്ങളാവുന്നു. നമ്മൾ പല ഇന്ത്യയിലത്തെ പല സംസ്ഥാനത്തും നമ്മളത് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഗ്രീൻ ഡെപ്പോസിറ്റ് പോലെയുള്ള ആശയങ്ങൾ റിസർവ് ബാങ്ക് പ്രാവർത്തികമാക്കുന്നത്. നിശ്ചിത തുക, ആ തുക ഇത്തരം ഹരിത ഊർജ്ജങ്ങൾക്കോ അത്തരം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന, പ്രകൃതിയെ മുറിവേൽപ്പിക്കാതെ പ്രകൃതിയെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രകൃതിയെ പൂർണ്ണമായി പരിപോഷിപ്പിച്ചുകൊണ്ടുള്ള നടപടികൾക്ക്, പദ്ധതികൾക്ക്, വ്യവസായങ്ങൾക്ക് കുറിച്ചൊക്കെ എങ്ങനെ ചിന്തിക്കണം അങ്ങനെ ഒരു ചിന്തിക്കേണ്ടതിൻ്റെ, ഭരണകൂടങ്ങൾ തന്നെ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യകതയാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്രീൻ ഡെപ്പോസിറ്റ് വഴി RBI നമ്മളോട് പറയുന്നത്. അതേപോലെ തന്നെ സ്വയം പര്യാപ്തത എന്നുള്ളൊരു ആശയം, തൊഴിൽ മേഖല സൃഷ്ടിക്കുന്ന അനിശ്ചിതത്വം, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തൊഴിലില്ലായ്മയുണ്ട്. സംസ്ഥാനത്ത് നിന്ന് തൊഴിൽ തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ മറ്റ് രാജ്യങ്ങളിലേക്കോ പോകേണ്ടവരുണ്ട്. അതേസമയം തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട്, ഇത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് സംസ്ഥാനങ്ങൾ നിറയുന്നു. ഇതെല്ലാം സൃഷ്ടിക്കുന്നത് എവിടെയോ കൃത്യമായ നയത്തിൻ്റെ ഒരു അഭാവം ഇത് കാണിക്കുന്നു.
തൊഴിലില്ലാതെ ആളുകൾ പോകുന്നു, തൊഴിലില്ലാതെ ആളുകൾ പോകുന്നു, അതേ ഇടത്തേക്ക് തൊഴിൽ തേടി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നു. അത് ഒരുപക്ഷെ ഈ തൊഴിൽ തേടി ആളുകൾ ഇങ്ങോട്ട് വരുന്ന സംസ്ഥാനത്തിൻ്റെ സാമൂഹികമായ പുരോഗതി തന്നെയായിരിക്കും കാണിക്കുന്നത്. ഇപ്പോൾ ബംഗാളിൽ നിന്നൊക്കെ ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ അവിടെ കിട്ടുന്നതിന് എത്രയോ ഇരട്ടി തുക ഇവിടെ കിട്ടുന്നത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇവിടെയുള്ള ആളുകൾ എന്തുകൊണ്ട് ഈ നാട് ഉപേക്ഷിച്ച് പോകുന്നു? ആ പോകുന്നവർ അഭ്യസ്തവിദ്യരായ ആളുകൾ മാത്രമാണ്. അഭ്യസ്തവിദ്യരായ ആളുകൾ നിലനിർത്താൻ നമുക്ക് കഴിയുന്നില്ലേ? ഇത്തരം ചിന്തകളിലേക്കാണ് ഇത് നേരത്തെ പറഞ്ഞ ഈ ഒരു വെല്ലുവിളിയും ഈ ഒരു പ്രതിസന്ധിയും ഇതിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന വൈരുദ്ധ്യങ്ങളുമെല്ലാം വിലയിരുത്തുമ്പോഴാണ് കാര്യമായ നയത്തിൻ്റെ, സാമ്പത്തിക നയത്തിൻ്റെ, സാമൂഹിക കാഴ്ചപ്പാടിലൂന്നിയ പ്രകൃതിയെ പരിപോഷിക്കുന്നതും പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്നതുമായ ഒരു സാമ്പത്തിക നയത്തിൻ്റെ അഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറയുന്നത്, കാട്ടാനയും പുലിയെയും ഒക്കെ രക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സമയം, സമ്പത്ത്, വൈദഗ്ധ്യം, ഇത് കാണിക്കുന്നത് ജീവൻ എന്ന ആ ഒരു അനശ്വരതയ്ക്ക് ഇല്ലാതാവുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു അനശ്വരതയാണ് യഥാർത്ഥത്തിൽ ജീവൻ എന്ന് പറയുന്നത്. ആ ഒരു അനശ്വരതയാണ്, നശ്വരമായ ഏറ്റവും വലിയ സത്യമാണ് ജീവൻ എന്ന് പറയുന്നത്. ആ ഒരു അനശ്വരതയ്ക്ക് ജനാധിപത്യ സമൂഹങ്ങൾ കാണിക്കുന്നൊരു പ്രാധാന്യമാണ്, അല്ലെങ്കിൽ കൊടുക്കുന്നൊരു പ്രാധാന്യമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. തെരുവുനായകളെ വന്ധ്യീകരിക്കുന്നതിനെക്കുറിച്ച്, അത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച്, കാട്ടാന മനുഷ്യജീവൻ എടുക്കുന്നതിനെക്കുറിച്ച്, അതോടൊപ്പം തന്നെ കാട്ടാനയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വൈദഗ്ധ്യവും, നേരത്തെ സമ്പത്തും വൈദഗ്ധ്യവും, ഇതെല്ലാം കാണിക്കുന്ന ജീവൻ എന്ന ഘടകത്തിന് ജനാധിപത്യ സമൂഹങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം. അതൊരു പുരോഗമന സമൂഹത്തിൻ്റെ അടയാളമാണ്. അതേ ജീവൻ്റെ ആ ഒരു വില നമ്മൾ മനുഷ്യജീവന് കൂടി നമുക്ക് നൽകേണ്ടിയിരിക്കുന്നു എന്നിടത്താണ് നേരത്തെ പറഞ്ഞ വന്യജീവി നിയമവും പ്രകൃതിയുമായി ബന്ധപ്പെട്ട വൈരുദ്ധ്യങ്ങളിലേക്ക് നമ്മൾ എത്തേണ്ടത്. അതൊരു സാധ്യതയായിട്ട് നമ്മൾ അവലോകനം ചെയ്തു. നേരത്തെ പോലെ നമ്മൾ ഒരു പക്ഷിപ്പനി വരുമ്പോൾ നമ്മൾ അത് പടരുമെന്ന് വിചാരിച്ചിട്ട് ഒരു പറ്റം പക്ഷികളെ, ആ വർഗത്തിൽപ്പെട്ട പക്ഷികളെ കിളികളെയൊക്കെ കൊന്നുകളയാണ്. മനുഷ്യരഹിതം, മനുഷ്യത്വരഹിതം എന്ന് പറയാവുന്ന ആ ഒരു പ്രവൃത്തിയിലൂടെ ഒരുപാട് മനുഷ്യജീവികളാണ് നമ്മൾ രക്ഷിക്കുന്നത്. കൊന്നാൽ പാപം തിന്നാ തീരുമെന്ന് പറയുന്ന പോലെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു കൊലപാതകമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും. പലപ്പോഴും ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഗിനി പിഗിനെയും നായയും ഒക്കെ പരീക്ഷണത്തായി ഉപയോഗിക്കുന്നതിൻ്റെ നൈതികതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. മനുഷ്യന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണോ മൃഗങ്ങൾ എന്ന രീതിയിൽ പലപ്പോഴും പറയാം. അപ്പോൾ ഇത്തരം ചർച്ചകൾ സൃഷ്ടിക്കുന്നൊരു ധാർമ്മികമായ അനിശ്ചിതത്വമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശാസ്ത്രം പുരോഗതി നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? നമ്മൾ കണ്ടുപിടിച്ച ഒരു മരുന്ന് എത്രയധികം മനുഷ്യജീവികൾ രക്ഷിക്കും, ആ മനുഷ്യജീവികളുടെ എത്രയധികം പ്രകൃതി വിഭവങ്ങളടക്കം രക്ഷിക്കുന്നു. അപ്പോൾ അത്തരമൊരു പരീക്ഷ നടത്താൻ മനുഷ്യജീവൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? മനുഷ്യജീവന് പകരമല്ലേ നമ്മൾ മൃഗങ്ങളെ ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മൃഗങ്ങളോട് നമ്മൾ സമ്മതം ചോദിക്കുന്നില്ല, മൃഗങ്ങൾക്ക് ജീവനുണ്ട് എന്ന രീതിയിലൊക്കെ ചർച്ചകൾക്ക് വരുമ്പോൾ ഇതൊക്കെ സൃഷ്ടിക്കുന്ന വലിയൊരു അനിശ്ചിതത്വമുണ്ട്, വലിയൊരു ആശയക്കുഴപ്പമുണ്ട്. വളരെ ഉയർന്ന തലത്തിൽ ശാസ്ത്രത്തെ ഉപയോഗിക്കുന്ന ആളുകളിൽ ഇത് സൃഷ്ടിക്കുന്ന ഒരു അനിശ്ചിതത്വമുണ്ട്, ഒരു ധാർമ്മികമായ പ്രതിസന്ധി. അത്തരമൊരു പ്രതിസന്ധി അങ്ങനെ ഇവിടെയും ഒരർത്ഥത്തിൽ പറയാനുണ്ടാകുന്നത്. പേപ്പട്ടി, ഒരു പട്ടിക്ക് പേ അളകുന്നു, അതിൽ നിന്നും ഒരുപാട് പട്ടികൾക്ക് പേ പിടിക്കുന്നു. അത് സൃഷ്ടിക്കുന്ന മനുഷ്യജീവൻ്റെ അപകടം, അത് മനുഷ്യജീവൻ എന്നുള്ളതാണ്, ജീവൻ സൃഷ്ടിക്കുന്ന അപകടം. ആ ജീവൻ അപകടം സൃഷ്ടിക്കാൻ മനുഷ്യജീവൻ ഭീഷണിയായ ഒന്നിനെ നമ്മൾക്ക് കൊന്നുകളഞ്ഞൂടെ എന്നിടത്തു നിന്നാണ് ഒരു പ്രായോഗികമായ നൈതികത ഉണ്ടാകുന്നത്, പ്രായോഗികമായ ധാർമ്മികത ഉണ്ടാകുന്നത്. ധാർമ്മികതയ്ക്ക് പ്രായോഗികത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാകുന്നത് കൊണ്ട് തന്നെ ഇത്തരം ചർച്ചകൾ നമ്മൾ വളരെ ആഴത്തിൽ തുടരേണ്ടതാണ്. വന്യജീവി നിയമങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും അതിർത്തി പ്രശ്നങ്ങളായി മാറുന്നുണ്ട്. കാട് മറ്റൊരു സംസ്ഥാനത്തെ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് വരുന്ന അതിർത്തിയിൽപ്പെടുന്ന കാടായിരിക്കും. ഇത്തരം വിഷയങ്ങളെല്ലാം സൃഷ്ടിക്കുന്ന ഭരണഘടനാപരമായ പരിമിതികൾക്കൊപ്പം തന്നെ മനുഷ്യജീവൻ ഭീഷണിയാവുന്ന ഒരു മൃഗത്തെ കൊല്ലാൻ നമുക്ക് കഴിയില്ലേ? അത് നിയമം കൊണ്ടുവരണ്ടേ? ഇത്തരം ചർച്ചകൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ സാധ്യതകളിലേക്കാണ്. വലിയ രീതിയിൽ ഒരു അഴിച്ചുപണി നമ്മുടെ ഭരണഘടനയിലും, അല്ലെങ്കിൽ ഭരണഘടന എന്നതിനെ ഉദ്ദേശിക്കുന്ന നിയമങ്ങളിലും സാമ്പത്തിക നയങ്ങളിലും ഉണ്ടാവേണ്ടി. സാമ്പത്തിക നയം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ഘട്ടം. ഇവിടെയല്ല, കാരണം പ്രകൃതി വിഭവങ്ങൾ
മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് പലപ്പോഴും സ്വയം പര്യാപ്തത ഇല്ലായ്മയിലേക്ക് നമ്മളെ നയിക്കും. ആ സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ വേണ്ടി പ്രകൃതി വിഭവങ്ങളെ ഏറ്റവും നന്നായി, ഏറ്റവും ശാസ്ത്രീയമായി, ഏറ്റവും നേരത്തെ പറഞ്ഞ ഹരിത സാമ്പത്തിക ശാസ്ത്രം വെച്ച് ഉപയോഗിക്കാൻ കഴിയുമ്പോൾ പ്രകൃതിയും മനുഷ്യനും ഒരേപോലെ പരീക്ഷിക്കപ്പെടുകയാണ്, പരിപോഷിക്കപ്പെടുകയാണ്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുകയാണ്. അവിടെയാണ് പുതിയ നയങ്ങൾക്കും പുതിയ കാഴ്ചപ്പാടുകൾക്കും ഉള്ള സമയമായി, അല്ലെങ്കിൽ സമയം അതിക്രമിച്ചിരിക്കുന്ന തിരിച്ചറിവിലേക്ക് വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ ഭക്ഷ്യ കാർഷിക സാമ്പത്തിക നയത്തിന് ഓരോ സംസ്ഥാനങ്ങൾ രൂപം നൽകേണ്ട ഒരു സമയം ഇവിടെ അതിക്രമിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ വർഗീസ് കുര്യൻ്റെ കേരളവും വർഗീസ് കുര്യൻ്റെ തന്നെ ഗുജറാത്തും ഇവിടെ കൊമ്പ് കോർക്കുകയാണ്. റീയൂസ് ഫാഷൻ പോലെയുള്ള സങ്കേതങ്ങൾക്ക്, ആശയങ്ങൾക്ക്, ഫാഷൻ്റെ തലസ്ഥാനമായി ഏറ്റവും പുതിയതിലേക്ക് എല്ലാ കാലത്തും ഏറ്റവും പുതിയതിന് വേണ്ടി എല്ലാ കാലത്തും കാത്തിരിക്കുന്ന ഫ്രാൻസും പാരീസ് എന്ന് പറയുന്ന നഗരമടക്കം റീയൂസ് ഫാഷനെ പ്രോത്സാഹിപ്പിക്കുന്നു. യുദ്ധം, ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം, യുക്രൈൻ റഷ്യ യുദ്ധം, ഇതിനിടയിലുള്ള ഹൂതികളുടെയൊക്കെ ആക്രമണം, ഇതെല്ലാം കടൽ ഗതാഗതത്തിൽ, കടൽ മാർഗമുള്ള കടൽ വഴിയുള്ള പ്രവർത്തികളിൽ സൃഷ്ടിക്കുന്ന അനിശ്ചിതത്വം, ഇത് ഇന്ത്യയിലേക്ക് വരുന്ന കോട്ടൺ, ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന കോട്ടനെ വരെ ബാധിക്കുന്നു, അതിൻ്റെ വിലയെ ബാധിക്കുന്നു, പെട്രോളിൻ്റെ വിലയൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നേരത്തെ ഇതെല്ലാം നമുക്ക് സൃഷ്ടിക്കുന്ന സാധ്യതകൾ. എന്തുകൊണ്ട് വർഗീസ് കുര്യൻ ഗുജറാത്തിലേക്ക് പോയി? എന്തുകൊണ്ട് ഈ പ്രതിസന്ധി നമ്മുടെ കാഞ്ചീപുരം പട്ടും ഖാദിയും ഇവിടുത്തെ നെയ്ത്ത് യന്ത്രങ്ങളുമെല്ലാം വേഗം കുറഞ്ഞു പോകുന്നൊരവസ്ഥയിൽ ഇവയ്ക്കെല്ലാം പുതിയൊരു ശക്തി നൽകാനുള്ള അവസരമായിട്ട് നമുക്ക് കണ്ടുകൂടാം. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ചിന്തകളിലേക്ക് കടന്നെത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധ്യതകളുടെ അവലോകനമാണ് സാമ്പത്തിക ശാസ്ത്രം. സാധ്യതകളെന്ന് പറയുന്നത് വെല്ലുവിളികളായിട്ടാണ് എത്തുന്നതെന്നും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ശാസ്ത്രത്തിലെ കണ്ടുപിടുത്തങ്ങളായാലും സാമൂഹിക പരിവർത്തനങ്ങൾ, വിപ്ലവങ്ങൾ സൃഷ്ടിച്ച കലാസൃഷ്ടികളായാലും ഇതെല്ലാം പ്രതിസന്ധികളിൽ നിന്നുണ്ടായതാണ്, തിരിച്ചടികളിൽ നിന്നുണ്ടായതാണ്. നെസസിറ്റീസ് മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയുന്ന പോലെ വലിയൊരു പ്രതിസന്ധിയിലൂടെ, വലിയൊരു അനിശ്ചിതത്വത്തിലൂടെ നമ്മൾ കടന്നുപോയി. വിഭവങ്ങളുടെ ദൗർലഭ്യമുണ്ട്, കടന്നുകയറ്റങ്ങളുണ്ട്, പ്രകൃതിയുടെ മനുഷ്യനിലേക്കും മനുഷ്യൻ്റെ പ്രകൃതിയിലേക്കുമുള്ള കടന്നുകയറ്റങ്ങളുണ്ട്, അസന്തുലിതമായ വിതരണങ്ങളുണ്ട്, അസന്തുലിതമായ സാമൂഹിക വ്യവസ്ഥിതികളുണ്ട്, മനുഷ്യജീവന് നൽകേണ്ട പരിഗണനയ്ക്ക് പുതിയ നിർവചനങ്ങൾ നൽകേണ്ട കാര്യങ്ങളുണ്ടാകുന്നുണ്ട്. സ്വയം പര്യാപ്തതയ്ക്കും ആഗോള സഖ്യങ്ങൾക്കുമിടയിൽ കൃത്യമായൊരു താളം കണ്ടുപിടിക്കാനാവാത്ത ഉഭയകക്ഷി ബന്ധങ്ങളുണ്ട്, നയങ്ങളുണ്ട്. ഇതെല്ലാം സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയെല്ലാം സാധ്യതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതാണ്. ആ സാധ്യതകൾക്കുള്ളൊരു വഴിയാവട്ടെ ഈ വെല്ലുവിളികൾ. സാധ്യതകളുടെ അവലോകനമായി, വെല്ലുവിളികളുടെ പഠനമായി ശാസ്ത്രവും കലയും ഭരണകൂടങ്ങളും ഭരണഘടനകളും മുന്നോട്ട് പോകട്ടെ.